നമസ്കാരം. ഛത്തീസ്ഗഡ് എയർപോർട്ടിൽ BJP MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട കങ്കണ റാവത്തിനെ മർദ്ദിച്ച ഖലിസ്ഥാൻ തീവ്രവാദിക്ക് കേരളത്തിൽ ഉയരുന്ന പിന്തുണ ചെറുതല്ല എന്നത് ഒരു സംശയവുമല്ല. ആ വ്യക്തി എയർപോർട്ടിന്റെ സുരക്ഷാ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇന്നിവർ ഒരു MPയെ ആക്രമിച്ചു. നാളെ BJPയുടെ ഒരു മുതിർന്ന നേതാക്കളെയോ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രിയോ വരെ ആക്രമിച്ചെന്ന് വരാം. ആ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ഇപ്പോൾ ശക്തമായ നടപടിയാണ് ആഭ്യന്തര മന്ത്രാലയം കൈക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ അതിക്രൂരമായി കൊല്ലുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ഹമാസ് പോലുള്ള ഭീകര സംഘടനയും അതുപോലെ ഇസ്ലാമിക ഭീകര സംഘടനയും പോലുള്ള ഭീകര പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ ഉയരുന്ന പിന്തുണ നോക്കുമ്പോൾ ഖലിസ്ഥാൻ തീവ്രവാദികൾക്ക് കേരളത്തിൽ ഒരു കൂട്ടം ആളുകൾ കൊടുക്കുന്ന പിന്തുണ ചെറുതല്ല. അത് കണ്ടുകൊണ്ട് നമ്മൾ ആശ്ചര്യപ്പെടേണ്ട കാര്യവുമില്ല. കങ്കണയ്ക്ക് നേരെ ആക്രമണം നടന്നപ്പോൾ നവമാധ്യമങ്ങളിൽ ഇത് ആഘോഷത്തിന്റെ രാവുകളാണ് നമ്മൾ കണ്ടത്. പഞ്ചാബിൽ നിന്നുള്ള ഖലിസ്ഥാൻ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ എടുത്തു പറയണം. ഇല്ലെങ്കിൽ അവർ നാളെ രാജ്യത്തിന് തന്നെ അതീവ ഭീഷണിയായി മാറും. ഒരർത്ഥത്തിൽ പറയുമ്പോൾ കങ്കണ റാവത്ത് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ആർക്കും അറിയില്ല. അവർ ഒരു BJP പ്രവർത്തക ആയതുകൊണ്ടാണോ? കങ്കണ എന്ത് പറഞ്ഞാലും കങ്കണയ്ക്ക് നേരെ ഒരു സൈബർ ആക്രമണം അവർക്കെതിരെ എന്നും നടക്കുന്നുണ്ട്. അവരുടെ ഓരോ സിനിമകളും കർശനമായി തന്നെ അത് ബോക്സ് ഓഫീസിൽ ഹിറ്റാവരുത് എന്ന് ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരു കൂട്ടം മതത്തിൽപ്പെട്ടവർ അത് കർശനമായി തന്നെ അത് നോക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനത്തെ കർഷകർക്ക് ഒരു കുഴപ്പവുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് പഞ്ചാബിലെ കർഷകർക്ക് മാത്രം ഇത്ര പ്രശ്നം? ഒരു കാര്യം ഉറപ്പാണ്, ഇത് കേന്ദ്ര സർക്കാരിനെതിരെ നടക്കുന്ന സംഘടിത ആക്രമണമാണ്. രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിൽ സന്ദർശനം നടത്തിയപ്പോൾ പോലും അദ്ദേഹത്തിന് നേരെ പഞ്ചാബിൽ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ സുരക്ഷാ വലയത്തിൽ SPG ആണ് അത് പ്രതിരോധിച്ചത്. അന്ന് തന്നെ കേന്ദ്ര സർക്കാരിന് ഇതിനെതിരെ ഒരു കർശനമായ നടപടി എടുക്കാമായിരുന്നു. ഇന്ത്യയിൽ 12 കോടി കർഷകരുണ്ട്. പഞ്ചാബിൽ ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും BJP തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് വീണ്ടും ഇന്ത്യ ഭരിക്കുന്നു. അങ്ങനെ കർഷക രോഷം ഉണ്ടായിരുന്നുവെങ്കിൽ BJP മൂന്നാമതും അധികാരത്തിൽ വരുമായിരുന്നു. മൂന്നാമതും അവർ 100 സീറ്റ് തികയ്ക്കുമായിരുന്നു. ആയിരുന്നില്ല. വിമാനത്താവളത്തിൽ MP ആയ കങ്കണ റാവത്തിന് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ ഒരു ഉദ്യോഗസ്ഥ ആക്രമണം അയച്ചുവിടണമെങ്കിൽ അവിടെ കയറി വരുന്ന സാധാരണക്കാരുടെ ഭാവി എന്തായിരിക്കും അല്ലെങ്കിൽ അവരുടെ സുരക്ഷ എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. CISF ഉദ്യോഗസ്ഥന്റെ തലവൻ ഈ ഉദ്യോഗസ്ഥക്കെതിരെ ബാക്ക്ഗ്രൗണ്ടുകൾ പരിശോധിക്കണം. ഇവരാരാണ്, എന്താണ്, ഇവർക്ക് ഖലിസ്ഥാൻ തീവ്രവാദികളുമായിട്ടുള്ള ഇവരുടെ ബന്ധം എന്താണ്? ഇന്ന് ഇവർക്കെതിരെ പഞ്ചാബിലെ ഒരു കൂട്ടം കർഷകരെന്ന് മുദ്രകുത്തി നിൽക്കുന്ന അല്ലെങ്കിൽ കർഷക പദവി അലങ്കരിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം കർഷകർ എന്ന പേരിൽ കുറച്ച് പേർ പ്രതിഷേധവുമായിട്ട് പോകുന്നുണ്ട്. ഇവർക്ക് പേരിൽ അറസ്റ്റ് ചെയ്യരുത്, ഇവരുടെ പേരിൽ കേസ് എടുക്കരുത്, അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള പല കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് അവർ സംസാരിക്കുന്നത്.